ഓം ശ്രീ സായിരാം. മാരീച്ച്. ആരാണ് മാരീച്ച് എന്നാണ് ഇന്ന് പറയാമെന്ന് തോന്നിയത്. നമ്മൾ ഓരോരുത്തരും മാരീജൻ തന്നെയാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും തോന്നും, അതെങ്ങനെ നമ്മൾ മാരീച്ചനായി എന്ന്. എങ്ങനെയാണ് നമ്മൾ മാരീച്ചനാവണമെന്നപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ദേഹം മുഴുവൻ ആഭരണമൊക്കെ അണിഞ്ഞ് നല്ല പട്ടിത്തിളങ്ങുന്ന സ്വർണ്ണവർണ്ണത്തിലുള്ള പട്ടുസാരിയൊക്കെ ഉടുത്ത് നടക്കുന്ന നമ്മൾ ഓരോരുത്തർ മാരീച്ചന്മാരല്ലേ? ആ ആള് ചെന്നൊരു സപ്താഹം നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അമ്പലത്തിൽ ചെന്ന് കയറാനുള്ള അവസ്ഥ വിചാരിച്ചിരുന്നു. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, ഒരു ഉദാഹരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളത് കൊണ്ട് പറയണതാണ്. അപ്പം അങ്ങനെ നമ്മൾ ചെന്നൊരു ഇതേപോലെ സത്സംഗം നടക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് കയറുമ്പോഴത്തേക്കും ഈ കഥ ശ്രവിച്ചിരിക്കുന്നവരുടെ എല്ലാവരുടെയും ശ്രദ്ധ ഈ ഇങ്ങനെ വരുന്ന ഒരാളിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ അത് കാണും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും, ഓ എനിക്കിതുപോലത്തെ സാരി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ മാല ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അയ്യോ എൻ്റെ മാലയെല്ലാം ഞാൻ വിറ്റിട്ടാണല്ലോ വീട് വെച്ചത്. അവിടെ ഒരു ആദ്യത്തേത് ഒരു സന്തോഷമായിരിക്കും, എനിക്ക് ഇതുപോലത്തെ ഉണ്ടെന്നുള്ള സന്തോഷം. രണ്ടാമത്തെ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് അയ്യോ എൻ്റേതെല്ലാം നഷ്ടപ്പെട്ടുപോയല്ലോ എന്നുള്ള സങ്കടം. അപ്പോൾ കുറച്ച് സമയത്തെങ്കിലും നമ്മൾ കൃഷ്ണനെയും ഭാഗവതവും ഒക്കെ മറന്നിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിന്ത അങ്ങ് മാറിപ്പോവും. അല്ല, ഇതിൽ ശ്രദ്ധിച്ചിരിക്കുന്നവരുണ്ട്, അവരെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു സാധാരണക്കാരായ ആൾക്കാരെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മാരീച്ചനാണെന്ന് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് അമ്പലത്തിൽ ലളിതമായ വസ്ത്രധാരണം വേണമെന്ന് പറയുന്നത്? കഴിയുന്നത് വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ ലളിതമായിട്ട് അമ്പലത്തിൽ പോകുന്നത് പറയേണ്ട കാരണം മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മുടേക്ക് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ ബാബയും ഇത് പറയാറുണ്ട്. ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മുടെ അടുത്ത് എത്തിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോൾ നമ്മുടെ അഹങ്കാരം അവിടെ കുറച്ചൊന്നും മറ്റേത് ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അപകർഷതയും വേണ്ട. അതിന് അത്രയും നമ്മളൊരു സമതുലന മനസ്സിലെത്തിയാൽ ആ ഒരു ലെവലെത്തുള്ളൂ. അപകർഷതയും വേണ്ട, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, പോട്ടെ, സാരമില്ല, എന്നെ ശ്രദ്ധിക്കാൻ ഭഗവാൻ ഓടിരിക്കല്ലേ, പിന്നെ വേറെ ആര് വേണം എന്ന മനോഭാവത്തിൽ സന്തോഷത്തോടെയാണ് നമ്മളെ ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നിൽക്കേണ്ടത്. ആരെങ്കിലും വന്ന് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് സന്തോഷം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നമ്മൾ സമതുലന അവസ്ഥയിരുന്നാൽ മതി. ഞാൻ ആഭരണം ധരിച്ച് നടക്കണ്ടെന്നോ നന്നായി നടക്കണ്ടെന്നൊന്നും അല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഓരോ സ്ഥലത്തും ഏത് രീതിയിൽ വേഷവിധാനം ചെയ്യണമെന്ന് ഓർത്ത് നമ്മൾ വേഷം ധരിക്കുക എന്നേ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ലളിതമായ വസ്ത്രധാരണം, അധികം ഇറുകിയതും ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണം വേണ്ട എന്ന് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ വരിക, നമ്മൾ ഭഗവാനെ കാണുക, പോകുക. അപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു തെറ്റാണ് ചെയ്യുന്നത്. പിന്നെ പറയാറുണ്ട്, നമ്മൾ വഴിയെ പോകുമ്പോൾ ഒരു കല്ല് കാണുന്നുണ്ട്, നമ്മളത് എടുത്ത് മാറ്റിയിട്ട് പോവുകയാണെങ്കിൽ നല്ല കാര്യം. നമ്മൾ മാറ്റാതെ പോയിട്ട് പിറകെ വരുന്ന ആൾ വീഴുകയാണെങ്കിൽ, അതിൽ തട്ടി വീഴുകയാണെങ്കിൽ ആ വീണതിൻ്റെ പാപം നമുക്കാണ് കിട്ടുന്നതെന്ന് പറയും. അപ്പോൾ നമ്മൾ അത് ചെയ്യാത്തത് കൊണ്ട് നമ്മളെ അത് കാണിക്കുന്നത് ഭഗവാൻ നമ്മളത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ മുമ്പിൽ ഇപ്പം നമ്മൾ ചില ആൾക്കാരെ പരിചയപ്പെടും, അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ ഒരാളെ കൂടെ എത്തുന്നത് ഭഗവാൻ എന്തോ ഒരു കാര്യം നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടാനുണ്ട് എന്ന് ഉള്ളത് കൊണ്ടാണ് നമ്മൾ മുമ്പ് കൊടുക്കുന്നത്. അല്ലാതെ ഭഗവാൻ നിശ്ചയിക്കാതെ ആരും നമ്മളെ മുമ്പിൽ വന്ന് നിൽക്കില്ല. ചിലപ്പോൾ 10 ചീത്തയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, ഈ ഞാൻ അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ എന്തിനാണോ ഈ ആളിനെ പരിചയപ്പെട്ടതെന്ന്. എന്തോ ഒരു കാര്യമുണ്ട്, ഏതോ ഒരു ജന്മത്തിൽ നമ്മൾ അവർക്കത് കുറച്ച് കൊടുത്തു. അപ്പോൾ ഈ നമ്മൾ നേരത്തെ ചെയ്തതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറയും. കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുതെന്ന് പറയും. ഭഗവത്ഗീതയുടെ അത് ഒരു ചീത്തയായ അർത്ഥത്തിലല്ല പറയുന്നത്. ഇപ്പോൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, അനുഭവിക്കണമെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത് അനുഭവിക്കുന്നത്. അങ്ങനെയില്ല, ഒരു സമയം കഴിയുമ്പോൾ ഇതേ അനുഭവം നമുക്കും വരും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ അങ്ങനെ ഒരു നമ്മളൊരു നിർദ്ദയമായിട്ട് അവരുടെ അടുത്ത് പെരുമാറാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുക്കരുതെന്ന് പറയും. അവൻ ചെയ്തതല്ലേ അവൻ അനുഭവിക്കുന്നതെന്നൊരു ഭാവം വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒരു മനോഭാവം വരേണ്ടത്. അറിയാതെ അയാൾക്ക് അതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലായിരുന്നു, അയാൾക്ക് തെറ്റ് പറ്റി. ഇപ്പോൾ പിന്നെ പാവം
തെറ്റ് പറ്റിപ്പോയി എന്നൊരു ഒരു സഹതാപമാണ് നമ്മുടെ അടുത്ത് വരേണ്ടത്. നമ്മൾ അവരെ സഹായിക്കുക. ഈ തെറ്റെന്ന് പറയുന്നതൊക്കെ നമുക്കും പറ്റിപ്പോവും, ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യനെന്നല്ലേ പറയാം. മനുഷ്യരൂപം എടുക്കുമ്പോൾ എന്തൊക്കെ പറ്റുന്ന ഭഗവാൻ രാമായണത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. ഇനി ഒരു കൂട്ടർ മാരീച്ചന്മാരെ പറഞ്ഞുതരാം. നമ്മുടെ ദിവസം രാവിലെ വന്നിട്ട് ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഫ്രിഡ്ജ് തരാം, ടി വി തരാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ മോഹിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ ചെറിയ തുകയിലൂടെ നമുക്കത് വാങ്ങിക്കാമല്ലോ. എന്തുകൊണ്ടാണ് നമുക്കിത് വേണം തോന്നുന്നത്? അപ്പുറത്ത് വാങ്ങിച്ചതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് നമുക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ അതുപോലെ അവരെ ഒപ്പം നിൽക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്നത് കൊണ്ട് നമ്മൾ ഇതിലെല്ലാം ചെന്ന് തലവെച്ച് അവസാനം കടക്കെണിയുമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടി വിഷമിച്ച് രാത്രി ഉറക്കമില്ലാതെ ആയിപ്പോവും. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഇതെനിക്കിപ്പോൾ അത്യാവശ്യമാണോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി എന്ന് തീരുമാനം. അത് അമ്മ എടുക്കുമ്പോൾ പതിയെ പതിയെ കുട്ടികൾക്കും അത് ബോധ്യപ്പെട്ട് വരണം. അതൊന്നും അവർ സമ്മതിച്ച് തന്നൊന്നുമല്ല, കുറച്ചൊക്കെ നമ്മളപ്പോൾ അവരുടെ ബുദ്ധിവാശിയൊക്കെ വിട്ടുകൊടുക്കണം. പക്ഷേ അമ്മയ്ക്കൊരു നിയന്ത്രണം ഈ എല്ലാ കാര്യത്തിലും വേണം. ഇപ്പം എന്താണ് അമ്മമാർക്ക് മക്കളെ തിരുത്താൻ പറ്റാത്തത്? മക്കളെക്കാൾ ആർഭാടവും സൗന്ദര്യവും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് അമ്മമാരാണ്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറയാം, പക്ഷേ ഓരോ പ്രായത്തിലും അതിൻ്റെ പക്വത നമ്മൾ കാണിച്ചിട്ടു. അതൊരു നമ്പറാണ്. നമ്മൾ വയസ്സായി എന്ന് പറഞ്ഞൊരു മൂലയിൽ കുനിക്കൂടിയിരിക്കണമെന്നല്ല. ഏജ് കൂടുന്തോറും കൂടുതൽ തത്വങ്ങൾ മനസ്സിലായി നമ്മൾ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനുള്ളത്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, ശരിയാണ്, അതൊരു നമ്പറാണ്. പക്ഷേ ആ നമ്പർ നമ്മളെ തളർത്താനല്ല, നമ്മളെ ഉയർത്താനായിരിക്കണം എന്ന് മാത്രം പറയുന്നത്. അപ്പോൾ കുട്ടികൾ എന്തൊക്കെ നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അതിന് മേളിൽ അമ്മമാർ കിട്ടുന്ന പൈസയിലെ പകുതിയും കൊണ്ട് വല്ല ബ്യൂട്ടി പാർലറിലോ ഒക്കെ കൊണ്ട് കൊടുത്താൽ അവിടുത്തെ സാമ്പത്തിക ഭദ്രതയെല്ലാം നഷ്ടമാകും. ഇനി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ധ്യാനം ചെയ്യുന്നവരെ, നിത്യവും ജപിക്കുന്നവർ, ഓങ്കാരം ചൊല്ലുന്നവർ, ഇങ്ങനെയുള്ളവരെല്ലാം എപ്പോഴും നോക്കിയാൽ അവരുടെ മുഖത്തൊരു തേജസ് നിറഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ നാമജപത്തിലൂടെയും നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാം. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, നാമം ജപിച്ചാൽ മതി, സൗന്ദര്യം വർദ്ധിപ്പിക്കാം. ഏജ് ആവുകയില്ല, നമ്മളെ കണ്ട തിരിച്ചറിയില്ല എത്ര വയസ്സായി. അതുകൊണ്ട് അതൊരു നല്ലൊരു ശീലമായി വളർത്തിയെടുക്കാം നാമജപം എന്ന് പറയുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം ആർഭാടം കാണിക്കാൻ പറ്റുന്നത്? നമ്മൾ തൊട്ടടുത്ത് നമ്മൾ ഇങ്ങനെ നടന്നോളൂ, വീട്ടിൽ 3 കാറുണ്ടായിരിക്കാം, ആഹാരം, വസ്ത്രം എല്ലാം ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്നുണ്ടായിരിക്കാം. തൊട്ടടുത്ത വീട്ടിൽ അന്ന് കഞ്ഞി വെച്ചോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥയെ കൂടെ ഒന്ന് മിക്കവാറും അങ്ങനെ ആയിരിക്കില്ല. ഈ പാവപ്പെട്ട മനുഷ്യരെല്ലാം ഒരു സ്ഥലത്തും കാശുള്ളവർക്ക് പ്രത്യേക റെസിഡൻസ് കോളനി അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്നാലും അപ്പുറത്ത് അവൻ്റെ കാര്യവും കൂടെ ഒന്ന് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സന്തോഷങ്ങളെല്ലാം നടത്തുമ്പോൾ തന്നെ അടുത്തുള്ള ആളിൻ്റെയും മറ്റൊരാളിൻ്റെയും സന്തോഷത്തിന് നമ്മൾ പാത്രമാകുമ്പോൾ അതിന് നമുക്ക് ആഗ്രഹങ്ങളെ കുറച്ച് കൊണ്ടുവരാം. ഇപ്പോൾ ഒരു കല്യാണത്തിന് കൊടുത്ത സാരി ഇനി ഒരു കല്യാണത്തിന് കൊടുക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. ഇതല്ല പറഞ്ഞു തരേണ്ടത്, തത്വമാണ് പറഞ്ഞു തരേണ്ടത്. പക്ഷെ സാധാരണക്കാർക്കായിട്ടുള്ളവർക്ക് ഇത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ നമ്മളെപ്പോഴും ഈ ദാനം ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക. അപ്പം നമുക്ക് തോന്നും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാലറി, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചാണ്, ഉറക്കളച്ച് പഠിച്ചതാണ്, ആ പൈസ ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാലം, അവർ ജോലി ചെയ്തെടുക്കട്ടെ എന്ന് പറയും. പക്ഷേ ഒരുപാട് പേരുടെ വിയർപ്പിൻ്റെ ഫലമാണ് നമ്മൾ ഈ ശരീരം എന്ന് പറയുന്നത്, അല്ലേ? ദിവസം കഴിക്കുന്ന ഭക്ഷണം തൊട്ട് ഉടുക്കുന്ന വസ്ത്രം എല്ലാം നമ്മളൊന്ന് ചിന്തിച്ചാൽ പലർ ചേർന്ന് അവരുടെ എല്ലാ സേവനം നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഈ ഒരു ഉന്നത സ്ഥിതിയിലെത്തിയതെന്ന് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് തിരിച്ച് അവരോട് ഒരു കടപ്പാടുണ്ട്. അപ്പോൾ നമ്മുടെ സമ്പാദ്യത്തിൻ്റെ 10% മറ്റുള്ളവർക്ക് ഇവിടെ അവകാശപ്പെട്ടതാണെന്ന് പറയും. പിന്നെ ഇനി നമ്മളിങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ എന്ത് ഭാവത്തിലാണ് സഹായിക്കേണ്ടതെന്ന് കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതിനൊരു കഥ പറയുന്നത്, ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കും, ഭഗവാനെ, ഞാൻ ആരെന്നോട് എന്ത് ചോദിച്ചാലും കൊടുക്കാറുണ്ട്, എനിക്ക് എൻ്റെ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ആ കർണനെ ആണ് എല്ലാവരും
ത്യാഗിയായിട്ട് വാഴ്ത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ശ്രീകൃഷ്ണൻ ചോദിക്കും. അപ്പം ശ്രീകൃഷ്ണൻ ഞാനതിന് തെളിവ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു പാറ സൃഷ്ടിക്കും. ആ പാറ സ്വർണമാക്കി മാറ്റും കൃഷ്ണൻ. അപ്പോൾ എന്നിട്ട് അർജുനനോട് പറയും, ഇന്ന് വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, നീ ഇത് കൊടുക്കാൻ പറയും. അപ്പോൾ അർജുനൻ വന്ന് നിന്ന് ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് തീർന്നില്ല. സൂര്യൻ അസ്തമിക്കാറായി, ഏകദേശം അസ്തമനത്തിനായി. അപ്പോൾ കൃഷ്ണൻ കർണനെ വിളിക്കും. കർണൻ വന്ന് കർണനോട് ഇതുപോലെ പറയും, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ സ്വർണം നീ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന്. കർണൻ വന്ന് നേരെ ഈ പാറ അതോടെ ആ ആളുകളെടുത്ത് ജനങ്ങളെ വിളിച്ച് പറയും, ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളുമെന്ന്. അത് മൊത്തത്തിൽ അവരോട് അങ്ങ് എടുത്തുകൊള്ളാൻ പറയും. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയും, ഇതാണ് കർണനെ ത്യാഗിയായിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന ഒരാളായിട്ട് പറയാൻ കാരണം ഇതാണെന്ന് പറയും. അപ്പോൾ നീ കൊടുത്തപ്പോൾ അർജുന, ഇത് എൻ്റെ സമ്പാദ്യം നിങ്ങൾക്ക് തരുന്നു എന്നുള്ള ഭാവത്തിലാണ് കൊടുത്തത്. അതേസമയം കർണൻ നല്ല മനസ്സോടെ ഇത് മൊത്തം അവരുടേതാണെന്നുള്ള സങ്കല്പത്തിലാണ് കൊടുത്തത്. അത് രണ്ടുമാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും. അപ്പോൾ ഈ കഥയിൽ പറയുന്ന അർജുനനാകണോ കർണനാകണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ മറ്റുള്ളവരെ സേവനം ചെയ്യുന്നതിനെ കുറിച്ച് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥ. അപ്പോൾ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓം ശ്രീ സായിരാം.